വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ഇന്ന് ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പൊ ഞാൻ ഓർത്തു അതൊരു വീഡിയോ ആക്കിയേക്കാന്ന്. പക്ഷെ അവിടെ ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ അല്ല. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ ഇന്ന് ഇടുക്കിയിലെ പൈനാവിലുള്ള മൈക്രോ വ്യൂ പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. വന്ന് കയറിയപ്പോഴേ നല്ല മഴയാണ്. ഇന്നലെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് ആൻഡ്രീസ, ഇത് നിലീന, ഇത് ജിൽമി. അപ്പൊ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞ ഞാൻ വീടിക്കത്തില്ല. ഇത്രയൊന്നും വേണ്ട. എന്താടി കാണിക്കുന്നേ? എന്റെ ഇതൊന്നും പിടിച്ച ഇത് മഞ്ഞ് ഓടുന്നു. ഇതൊന്നും പിടിക്കാൻ കിട്ടുന്ന ഒരു ഫോട്ടോ എടുക്കുന്ന ജിൽമിയാണ്. അതിപ്പോ നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇവിടെ ഒന്നും ഇല്ലല്ലോടെ എന്നിട്ട് ആമകുഞ്ഞ് എവിടെയാ? അവിടെ ഒന്നും ഇല്ലടേ. രണ്ട് തവണ ഞങ്ങൾക്ക് മൂന്നാമത്തെ വഴിയിലേക്ക് പോയി. ഇതാണ് അവിടെ. അവിടെ പോവാ. ആ ബാഗ് കിടക്കുന്ന ജിമ്മിയുടെ ബാഗ് ശരിക്കും കാണാൻ പറ്റുന്നില്ല. വലിയൊരു പോരായ്മയായി ഞാൻ കാണുന്നു. നമുക്ക് പാറ കയറാം. എന്തേലൊക്കെ പറഞ്ഞൂടെ? ലാസ്റ്റ് എത്താറായെന്ന് പറയടി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. എന്നെ ആരും പുറകെ തള്ളല്ലേ. ഇവിടം വരെ ഉള്ളൂ. പാറയുടെ ആ വലിപ്പ് ഫോണും കിട്ടുന്നില്ലല്ലോ. ആന്നേ, അത് ശരിയാടി അല്ലേ? സൂം ചെയ്ത് നോക്കിക്കേ. പാറ പോയി.
എന്ത് മഞ്ഞാടി? അതല്ലേ പറഞ്ഞു മഞ്ഞ് കൂടി നമുക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന്. ഇതൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ ഫുള്ള് ബ്ലറായ പോലെ ഇരിക്കുന്നത്. അവരോട് പറഞ്ഞാൽ മതി മഞ്ഞാണ് ഇത്രയും. നീ പറഞ്ഞല്ലോ നിന്റെ ഈ വാക്കുകളായിരിക്കും അതിന്റെ അകത്ത്. ബ്ലറായത് മഞ്ഞാന്ന് പറയാന്ന്. എന്താ ശരി, ബാക്കിയുള്ള ബ്ലറല്ല മഞ്ഞ. ഇതിനെ കുറിച്ച് പറ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വലിയൊരു ഇതാണ്. നമ്മള് മൈക്രോയില് കയറാൻ പറ്റിയിരിക്കുന്നതിന്റെ ഏറ്റവും മുകളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിറയെ മഞ്ഞിറങ്ങാൻ തുടങ്ങി. അകലെയുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത മഞ്ഞിറങ്ങാൻ തുടങ്ങി. നമ്മൾ ഉടനെ തന്നെ തിരിച്ചിറങ്ങാൻ പോവാണ്. കാരണം മഞ്ഞ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റാണ്ട് വരും. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, എല്ലാരും വരണം. ഈ മൈക്രോ വ്യൂ പോയിന്റ് നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ്. ടവറിന്റെ മുകളിൽ മഞ്ഞ് വന്ന് മൂടിയിരിക്കുക. കയറാൻ പറ്റുമോ ടവറേലോ? നീ ഒന്ന് കേറി നോക്കി. ഒരു KSEBക്കാരന്റെ മോള് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ഓർക്കണം. ആരെ? നമ്മളിപ്പോ മൈക്രോയിൽ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം മലയിലൊക്കെ നടന്നു. നമ്മൾ റോഡിലോട്ട് ഇറങ്ങാൻ പോവാണ്. റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മസ്റ്റായിട്ട് മാസ്ക് ധരിച്ചിരിക്കണം. അപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ മലയിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം മാസ്ക് ഒക്കെ വെക്കാതെ ഫ്രീ ആയിട്ട് നടന്നു. അപ്പൊ നമ്മളെല്ലാരും മാസ്ക് ഒക്കെ ധരിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇതെന്റെ ഫ്രണ്ട് ആഷ്ലി. ഞങ്ങൾ കുറച്ച് നാളായി കണ്ടിട്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് മൈക്രോയിൽ വെച്ച് ആ ചടങ്ങ് കൂടി അങ്ങ് നിർവഹിച്ചേക്കാന്ന്. മൈക്രോയിലേക്ക് കയറുമ്പം എത്തിക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എത്തിയത്.